കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങുന്നു എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? അതാണിപ്പോ തൃശ്ശൂറുകാരുടെ അവസ്ഥ. ഒരു സവർണ കോമരത്തെ കേന്ദ്ര കോപ്പർ മന്ത്രിയായി അവർ തിരഞ്ഞെടുത്തു. ഇപ്പോൾ എന്തായി? തിരഞ്ഞെടുത്തവർക്ക് തന്നെ ഭേഷ കിട്ടുന്നൊരവസ്ഥ. അദ്ദേഹം കടന്നു വരുന്ന സന്ദർഭത്തിൽ പിന്നോക്കക്കാരനായ ഒരു വ്യക്തി അദ്ദേഹത്തെ ഒന്ന് തൊടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിനയം വാരി വിതറിയ ദൃശ്യം നമ്മൾ കണ്ടതാണ്. ഉറക്കം വരുന്നു. ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഞാൻ വാരി കോരി വായിക്കാത്ത കൊണ്ടുവന്ന് തരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോ പരാതി പറയാൻ ചെന്നവരുടെ ഒരു അവസ്ഥ കണ്ടേ. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? ജില്ലാ പ്രസിഡന്റ് ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? കേട്ടല്ലോ, പരാതി എൻ്റെയിലല്ല തരേണ്ടത്, നേരെ ജില്ലാ പ്രസിഡന്റ് അവിടെ ഒരു ആക്രിക്കട നടത്തുന്നുണ്ട്. ഏത്? BJP ജില്ലാ പ്രസിഡന്റ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. പരാതി ഒന്നും എൻ്റെയിലല്ല തരേണ്ടത്, എൻ്റെ തന്നിട്ട് യാതൊരു കാര്യമില്ല. പരാതി കൊടുക്കേണ്ട ആൾ BJP ജില്ലാ പ്രസിഡന്റ് ആണത്രേ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിമാർ, ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവർ, ഏതെങ്കിലും ഒരു വ്യക്തി പരാതിയുമായി ചെന്ന സന്ദർഭത്തിൽ ഇങ്ങനെ കൈയൊഴിയുന്നത് കണ്ടിട്ടുണ്ടോ? കൽപ്പനകളാണ് ഇനിയെല്ലാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മന്ത്രിയോട് പറഞ്ഞാൽ ആ മന്ത്രിയായിട്ടുള്ള വ്യക്തി വന്ന് പറയുമ്പോൾ കൽപ്പനകൾ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് പേപ്പറുമായിട്ടൊന്നും വരല്ലേ. അതായത് വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. തിരഞ്ഞെടുപ്പ് കാലത്ത് ഫോട്ടോഷൂട്ടിന്റെ അപ്പോസ്തലനായിരുന്നു. ഫോട്ടോഷൂട്ടുകൾ കൊണ്ട് നിങ്ങളുടെ അടുത്ത് എപ്പോഴുമുള്ള ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യത്വമുള്ള വ്യക്തിയായിരുന്നു. ഇതൊരു മാതിരി തറ പരിപാടിയായി പോയി. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കാനാണ് അച്ഛന്റെ ഉദ്ദേശം. പക്ഷേ ഇന്ന് ഒരു പാവപ്പെട്ട സംഗടി അമ്മച്ചി ചെന്ന് കയറി കൊടുത്തു. കണ്ടോളൂ. അല്ല, ഞാൻ എല്ലാരെയും മീറ്റ് ചെയ്യട്ടെ. ഒട്ടും പേടിക്കണ്ട, കറക്റ്റ് സ്ഥലത്താണോ വന്നേക്കണത്. ഫോട്ടോ എടുപ്പല്ല പ്രധാനം. അവിടെയും തീർന്നില്ല. ഏതോ ഒരു സംഗതി നിർദ്ദേശം കൊടുക്കുകയാണ്. അതായത് ഒന്ന് എൻ്റെ കൈകൊണ്ട് വാങ്ങില്ല, കൈകൊണ്ട് വാങ്ങുന്ന പരിപാടി ഒന്നും കേന്ദ്രമന്ത്രിക്കില്ല അത്രേ. അതല്ല ഉദ്ദേശം. പരാതി ഒന്നും നേരിട്ട് വന്ന് പറയണ്ട, എല്ലാം നിങ്ങളുടെ വായിക്കകത്ത് തരുമെന്ന് പറയുന്നതൊക്കെ കേട്ട് വിശ്വസിച്ച സംഗതികളെല്ലാം ആകെ തലയ്ക്ക് അടി കിട്ടിയ അവസ്ഥയിലാണ് അവിടെ നിന്ന് പോകേണ്ടി വന്നത്. ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ചേച്ചി നമുക്ക് ജില്ലാ പ്രസിഡന്റ് കൊടുത്താൽ സാറിന് ചെയ്യും. അങ്ങനെ ചെയ്യാം, നമുക്ക് ഇപ്പൊ തന്നെ കാണിക്കാം. ഞാനത് ചോദിക്കരുതായിരുന്നു. മിന്നുന്നതെല്ലാം പൊന്നെന്നങ്ങ് കരുതി ഇപ്പൊ കൊണ്ടുവന്ന് കുട്ടക്കണക്കിന് തട്ടിത്തരുമെന്ന് വിചാരിച്ചു. എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനിക്കണം. ഇതൊക്കെ ഒന്നും ആയിട്ടില്ല. സംഗണികളും സംഘികളൊക്കെ കിടന്ന് നക്ഷത്രക്കാൽ എണ്ണാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും എനിക്കെല്ലാമായി തൃപ്തിയായി. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.